പ്രിയപ്പെട്ട നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുമാനി എന്ന നമ്മുടെ സിനിമ റിലീസായി. അപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ചെയ്ത സിനിമ ഒരു കോമഡി ഈ ഡ്രാമ ജോണറാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കോമഡി പടം ചെയ്തിട്ട് ആളുകൾ ചിരിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. പെരുമാനിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 2 സ്ഥലത്തു നിന്ന് ഷോ ഉണ്ട്. ഇപ്പോൾ 2 സ്ഥലത്തു നിന്നും കൺസിസ്റ്റൻ്റായിട്ട് ചിരികളുണ്ടായിരുന്നു. ആളുകൾക്ക് സിനിമ വളരെ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ശ്രമം പറയാം, എങ്ങനെയെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് കൂടുതൽ ആളുകൾ എത്തുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുന്നത്. തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി നമുക്ക് വേണ്ടി നമ്മുടെ സിനിമ സംസാരിക്കും. ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സുഹൃത്ത് മജു കൈവികയുമാണ്. നമസ്കാരം. വിനി പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായ പോസിറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഞങ്ങളുടെ മുന്നിലുള്ള എത്തിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ കോണ്ടന്റിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആളുകൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടുന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ആളുകൾ അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ. നിങ്ങളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകർ വിശ്വസിച്ച് ഈ സിനിമയെ വിശ്വസിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഫാമിലിയായിട്ട് ഇത് ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്, ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വരാം, സിനിമ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ എന്തെങ്കിലും. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ഇങ്ങനെ ക്യാമറകൾ കാണുമ്പോൾ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ നമ്മുടെ പെരുമാനി എന്ന് പറഞ്ഞ അത്ര മനോഹരമായ സിനിമ റിലീസായി. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പെരുമാനി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കഥയാണ്. ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും പറ്റിയൊരു സിനിമ തന്നെയാണ് പെരുമാനി. ഈ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് ചെയ്യുന്നത്. ഫാത്തിമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. 70ഓളം നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉള്ള സിനിമയാണത്. ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ മൂവി. അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താം. ഇത്രയും നല്ലൊരു സിനിമ ഞങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ആയി പോകരുത്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള മ്യൂസിക്, വിഷ്വൽസ് ആയാലും ഈവൻ ഡയലോഗ്സ് ആയാലും ഒരുപാട് ചിരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാധിക. മരിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത അപ്പൻ എന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ ഏതായിരുന്നു എൻ്റെ ഡെബ്യൂ. ദീപേ പോലെ എൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണിത്. അപ്പോൾ വീണ്ടും പെരുമാനി എന്നുള്ള സിനിമയിലൂടെ റംലു എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് മരിച്ചേട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പിന്നെ പെരുമാനി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. മരിച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണ് പെരുമാനി. അതിലേക്ക് 70ഓളം ക്യാരക്ടേഴ്സിനെ കൊണ്ടിടുകയായിരുന്നു. പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ ഒരുമിച്ച് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നതാണ് പെരുമാനി എന്നുള്ള ഞങ്ങളുടെ സിനിമ. ആ സിനിമ കണ്ട ആളുകൾക്ക് പോസിറ്റീവ് റിവ്യൂസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ പ്രീമിയർ കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവ് റിവ്യൂസാണ് കേട്ടോണ്ടിരുന്നത്. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഇപ്പോൾ 2 ഷോസും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെയും കിട്ടിയതെല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ്. മലയാളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു തിയേറ്റർ അനുഭവമാണ് ഈ സിനിമ തരുന്നത് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇവിടെ ഒത്തുചേരുന്നു.